നാട്ടിൽ നിന്നും പഞ്ചാബിലെത്തിയിട്ട് ഇന്ന് 5-6 ദിവസമായി കേട്ടോ. പക്ഷേ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ആരോഗ്യം ഇല്ലായിരുന്നു. ഈ പഞ്ചാബിലെ ക്ലൈമറ്റ് നമ്മളെ വല്ലാതെ പെടുത്തി. ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ. ആ ചൂടിൽ നമുക്കെല്ലാവർക്കും പനിയും ജലദോഷമൊക്കെ പിടിച്ചു. നമ്മൾ പുതിയൊരു സ്ഥലവുമായിട്ട് സെറ്റാവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. പിന്നെ നാട്ടിൽ നിന്ന് ഇവിടോട്ട് വരുമ്പോഴത്തേക്കും വലിയ സന്തോഷമൊന്നും കാണില്ല. പക്ഷേ ലീവ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ അതുപോലല്ല ഇത്. ഒരുപാട് ദിവസത്തെ ലീവിന് ശേഷം വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. അത് അങ്ങനെ നിന്ന് വരുന്നവർക്ക് ശരിക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പഞ്ചാബിലെ യാത്ര ഭയങ്കര പാടാണ് കേട്ടോ. ട്രെയിനിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും ഒക്കെ ശരിയാണ്. ഒരു ഫ്ലൈറ്റിൽ നമുക്ക് ഡയറക്റ്റ് പാട്ടിയാല എത്താൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് 2 ഫ്ലൈറ്റ് കയറണം. ബോംബെ ഇറങ്ങിയിട്ട് പിന്നെ ചണ്ഡീഗഡ് ഇറങ്ങണം. ചണ്ഡീഗഡിൽ നിന്ന് വീണ്ടും ഒരു 80 കിലോമീറ്റർ നമുക്ക് കാറിൽ എത്തിയാലേ നമുക്ക് പാട്ടിയാല എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഭയങ്കര ടയേർഡായി മൊത്തത്തിൽ. പിന്നെ ഒരേ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്ലൈറ്റിലെ ഫുഡ് കഴിക്കുന്നത്. എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഫ്ലൈറ്റിലെ ഫുഡ് അത്ര നല്ലതല്ല, ടേസ്റ്റ് ഇല്ല എന്നൊക്കെ. അപ്പോൾ നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു, കൊള്ളില്ലായിരിക്കും എന്നുള്ളത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. ലഞ്ചും ഉണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് കയറി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മൾ ബോംബെ എത്തും. അതുകൊണ്ട് തന്നെ സമയം പോകുന്നത് വലുതായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ ബോംബെ എത്തി. അവിടുന്ന് ഫ്ലൈറ്റ് കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറുമ്പോൾ ലഞ്ചിനുള്ള ടൈമായി. ലഞ്ച് കഴിച്ച് റെഡിയായി വരുന്ന സമയത്ത് രാവിലെ ചണ്ഡീഗഡ് എയർപോർട്ടിൽ നിന്ന് ഒരു 9:30 കയറി നമ്മൾ ചണ്ഡീഗഡ് എത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് 5 o'clock ആയി വൈകുന്നേരം. പിന്നെ അവിടെ നിന്ന് ഓലോ ബുക്ക് ചെയ്ത് മാത്രമേ നമുക്ക് പാട്ടിയാലയ്ക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്നൊരു 80 കിലോമീറ്ററോളം ഉണ്ട് പാട്ടിയാലയിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ചണ്ഡീഗഡ് ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി, എൻ്റെ അമ്മോ എന്തൊരു ചൂടാണെന്നറിയോ. ചൂടെന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്ത് ലക്കിയാണെന്നറിയോ കേരളത്തിലുള്ളവർ. കാരണം നമുക്ക് ഇത്രയും ചൂടോ കുറച്ച് മഴ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഇത്രയും ചൂടില്ലല്ലോ. നമ്മൾ ശരിക്കും ലക്കിയാണ്. അത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മാത്രമേ നമ്മൾ നമ്മുടെ നാടിനെ പറ്റി അറിയുള്ളൂ.